യൂട്യൂബ് സാലറി എത്രയാ? നിങ്ങളിൽ ആരാണ് പഠിപ്പിച്ചത്? നിങ്ങളിൽ ആരാണ് സുന്ദരി എന്ന് സ്വയം വിശ്വസിക്കുന്നത്? രണ്ടാളും ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് എന്തിനാണ്? യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ്? നമുക്ക് ആദ്യം റിക്വസ്റ്റ് വന്ന കമൻറ്റ് എന്താണ്? യൂട്യൂബ് ഏർണിംഗ്സ് എത്ര സബ്സ്ക്രൈബ് ആവുമ്പോൾ കിട്ടും? മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർ? അങ്ങനെ നമ്മുടെ Q&A വീഡിയോ വന്നിരിക്കുകയാണ്. എല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ വരാൻ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആർദ്രാസ് ഐഡിയാസ് ചോദിച്ചിരിക്കുകയാണ്. ഫേവറേറ്റ് മൂവി? സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഫേവറേറ്റ് മൂവി മിരുതൻ ധീര. ഇത് രണ്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി. റസ്ലു യൂട്യൂബ് സാലറി എത്രയാ? നമുക്ക് യൂട്യൂബ് സാലറി കിട്ടി തുടങ്ങിയില്ല. ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഈ യൂട്യൂബ് തുടങ്ങിയതിന് ഒരു ഉപയോഗമുണ്ട്. കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. കുറേ കഷ്ടപ്പാടൊക്കെ. രഹന ജാസ്മിൻ ഒരു ഹായ് തരാമോ? ഹായ്. സോങ് കൊള്ളാം. താങ്ക് യു. ഫേവറേറ്റ് മൂവി? ധീരയും മിരുതനാണ്. സിബ്ലിങ്സ് നെയിം? നമുക്ക് 2 താത്തിമാരുണ്ട്, ആലിയ ആൻഡ് ആമിയ. അബ്ദുൽ ജലീൽ വീട് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കല്ലമ്പലത്താണ് നമ്മുടെ വീട്. തൃഷാസ് വേൾഡ് യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം? ഞാൻ പറയാം. നമ്മുടെ വാപ്പാക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, എ ഹൗസ് സഫ സഫ്നാസ് എന്നായിരുന്നു പേര്. അപ്പോൾ ആ ചാനൽ നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞിലത്തെ വീഡിയോസാണ് കേട്ടോ. പിന്നെ ഉമ്മാക്കൊരു ചാനലുണ്ട്, ജിഷാറ്റിയാറും. അതും ഇതാണൊക്കെ ഞാൻ കുഞ്ഞു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താത്തിമാർക്കൊരു ചാനലുണ്ട്, ആമിയാൻ്റെ അല്ല ഒഫീഷ്യൽ. അപ്പോൾ നമുക്ക് മാത്രം പ്രത്യേകിച്ചൊരു ചാനലില്ലെന്ന് നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സ്വയമായിട്ടൊരു ചാനൽ തുടങ്ങി കുറച്ച് നമ്മുടെ ഇഷ്ടമുള്ള വീഡിയോസ് ഇടണമെന്ന് താല്പര്യമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താത്താടുത്ത് ചോദിച്ചു, താത്ത നമുക്ക് ഒരു ചാനൽ തുടങ്ങി തരുമോ? സഫാനി സഫ്നോഷ എന്ന് പേര്, ഈ പ്രൊഫൈലായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് ആമിയത്തെ തുടങ്ങി തന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഐസ് ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഫസ്റ്റായിട്ട് 1.5K കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ ചാനലിലേക്ക് കയറി തന്നെ അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ വന്നപ്പോൾ നമുക്ക് കുറേ വീഡിയോ ഒക്കെ പിടിക്കാൻ ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം. എത്ര ചോദ്യം? 3 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എത്ര സബ്സ്ക്രൈബ്സ് ആകുമ്പോഴാണ് കാശ് ആദ്യം കിട്ടിയത്? നമുക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല, പൈസ ഒന്നും കിട്ടി തുടങ്ങിയില്ല. ഇനി കുറേ കാശ് കിട്ടണമെങ്കിൽ 1000 സബ്സ്ക്രൈബ്സ് മതി. പക്ഷെ നമുക്ക് പിന്നെ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. വ്യൂസ് കിട്ടണം, വാച്ച് ടൈം കിട്ടണം. മൂന്നാമത്തെ ടഫാണ്. മൂന്നാമത്തെ ചോദ്യം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ ഉണ്ട്, വാപ്പയുണ്ട്, താത്തമാരുണ്ട്, നല്ലമ്മയുണ്ട്. നല്ലമ്മ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉമ്മയുടെ ഉമ്മയാണ്. നമ്മളെ നല്ല ഉമ്മ എന്ന് വിളിച്ച് നല്ലമ്മ എന്നാക്കിയതാണ്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോയിൽ ഹായ് പറയാമോ? നെയിം തൃഷ. ഹായ് തൃഷ. അടുത്ത നജീഫിദ ഇംഗ്ലീഷ് മീഡിയം ഓർ മലയാളം മീഡിയം ആണോ പഠിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. വലിയ ചോദ്യം. 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മെഗയാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങളിൽ ആരാണ് പാവം? ഞാനാണ് അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമ്മൾ ഇടയ്ക്ക് ഞാൻ പാവാം, ഇടയ്ക്കുള്ള പാവാം, ഇടയ്ക്ക് ഞാൻ അഹങ്കാരിയാവും, ഇടയ്ക്ക് ഇവളെ അഹങ്കാരിയാവും. അങ്ങനെയാണ്. അത് പല രീതിക്ക് വെച്ചിരിക്കും. ഇതാണ്. അതെ. രണ്ടാമത്തെ ചോദ്യം. നിങ്ങളിൽ ആരാണ് പഠിപ്പിച്ചത്? നമ്മൾ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ പഠിക്കും എന്ന് പറയുമ്പോൾ ആരും പഠിപ്പിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ മാറി പോയാണ്. ഇടയ്ക്ക് ഞാൻ പഠിക്കും, ചില സമയത്ത് അവൾ പഠിക്കും, ചിലപ്പോൾ പഠിക്കില്ല. അങ്ങനെയില്ല. അടുത്ത 3ാമത്തെ ചോദ്യം. നിങ്ങളിൽ ആരാണ് സുന്ദരി എന്ന് സ്വയം വിശ്വസിക്കുന്നത്? അങ്ങനെ നമ്മൾ വിചാരിക്കില്ല. അങ്ങനെയൊന്നുമില്ല. 4ാമത്തെ ചോദ്യം. നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് എന്തിനു വേണ്ടിയാണ്? എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന വീഡിയോ പിടിക്കുകയാണെങ്കിൽ നീ എഡിറ്റ് ചെയ്യുക, അപ്പോൾ ഇവള് പറയും നീ എഡിറ്റ് ചെയ്യുക എന്ന് പറയും. നമുക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോ പിടിക്കാനും ഭയങ്കര മടിയാണ്. അപ്പോൾ വീഡിയോ പിടിച്ച് തളർന്ന് വീട്ടിൽ കയറി വരുമ്പോഴേക്ക് ആർക്കായിരിക്കും എഡിറ്റ് ചെയ്യാൻ തോന്നും? നമുക്ക് ആർക്കും എഡിറ്റ് ചെയ്യാൻ തോന്നില്ല, കുറച്ച് നേരം കിടക്കാൻ തോന്നും. അപ്പം ഞാൻ പറയും നീ എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര വഴക്കുണ്ടാക്കും. അവസാനം താത്തിമാരുടെ കൈ കൊടുക്കും, നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന പറയും. അതാണ് നമ്മൾ അതിനാണ് വഴക്കുണ്ടാക്കുന്നത്. 5ാമത്തെ ചോദ്യം. രണ്ടാളും ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് എന്തിനാണ്? അത് നമ്മളെ കോഴിയുടെ വലിയ കഥയാണ്.
നമുക്ക് 10 കോഴികളുണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ലല്ലേ? നമുക്ക് 10 കോഴി ഉണ്ടായിരുന്നു, 7 പെടയും 3 പൂവനും ഉണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിനും നമ്മൾ വിറ്റ്. ഇപ്പം 3 ഉണ്ട്, ഒരു പൂവനും 2 പെടയാണ്. ബാക്കി 2 പൂവൻ വിറ്റതല്ല, നിങ്ങൾക്ക് മനസ്സിലാത്തില്ലേക്ക് അത് അത്രയ്ക്കൊന്നും. ഒന്നിന് അർത്ഥത്തും ഒന്നിന് അസുഖം പിടിച്ച് ചത്തുപോയതുമാണ്. പക്ഷെ നമുക്ക് ഈ 10 കോഴികളും ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ നമ്മൾ അല്ല എന്ന് വെച്ചാൽ നമുക്ക് എന്തിനെ നമ്മൾ കൂടുതൽ അടുത്തങ്ങ് വളർത്താൻ തുടങ്ങിയാൽ നമുക്ക് അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അത് നമ്മളെപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ളതുണ്ടായിരുന്നു. നമ്മൾ അറക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ ഉറങ്ങിക്കൊണ്ടേക്ക് കോഴിയെ കൊണ്ടുപോയി അറുത്ത്. അതിൽ സൗണ്ട് ഇവള് അല്ലേ ഞാൻ കേട്ടായിരുന്നു, ഇവര് എന്നൊക്കെ പറയുന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് പതുക്കെ ഒന്ന് നോക്കി, ഞാൻ കാര്യം കണ്ട് കരഞ്ഞ് ചിക്കൻ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ കഴിച്ചെന്നില്ല. അപ്പോൾ പറഞ്ഞ് ഇന്നലെ കൊണ്ടുവന്ന ചിക്കനായിരുന്നു, ഫ്രിഡ്ജ് എടുത്ത് വെച്ചിരുന്നത്, അതാണ് നിങ്ങൾ കഴിച്ചോന്ന് പറഞ്ഞു. ഞാൻ കഴിക്കാത്തതുകൊണ്ട് നിന്നത്, പക്ഷെ ഇവള് കഴിച്ചു, അതുകൊണ്ട് ഞാനും കഴിച്ചു. പിന്നെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റു പൂവൻ കോഴി മരിച്ചത് പനി പിടിച്ചിട്ടാണ്. വേറെ കൂട്ടിലാണ് അതിനിട്ടത്. പനിയും കൂടി പിടിച്ച് അതിൻ്റെ മുകളിൽ കൂടെ കൈത്തിൽ കമ്പിയും കൂടി കൊണ്ടുവരുന്നത്. രാവിലെ ഫുഡ് എടുക്കാൻ വന്നു. അപ്പോൾ അതങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം തല ഇങ്ങനെ ഇതായി കിടക്കുന്നുണ്ട്. അപ്പോൾ വിഷമായി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചാണ് പറയണേ, പക്ഷെ നമ്മൾ ഇത് സംസാരിക്കാതെ ഒന്നും ചിന്തിക്കാതെ മനസ്സിലും ചിന്തിച്ചാണെങ്കിൽ നമുക്ക് വിഷമം വരും. അപ്പോൾ അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് അതിനായിരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോന്നാണ്. ഐഷു റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല. ഫിറോസ് ഖാൻ എത്രാം ക്ലാസ്സിലാന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി 8ലാണ്. മുഫീദ ഹായ്. സഫ്ന ഹായ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്? നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ബുഷ്രയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്താണ്. നമ്മൾ ഫസ്റ്റ് അവൾക്കാണ് ഫ്രണ്ടായിട്ടും ഉള്ളത്. നമ്മുടെ അവിടെ പള്ളിയിലും ട്യൂഷനിലൊക്കെ അവളുണ്ട്. പക്ഷേ സ്കൂളിൽ അവൾ വേറെ സ്കൂളിലാണ്. സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് കുറേ പേരുണ്ട്, 10 പേരുണ്ട്. ആയിഷയുണ്ട്, അഭിനന്ദന, അഞ്ജന, ശിവപ്രിയ, ഗായത്രി, ഐശ്വര്യ, വൈഗ. പിന്നെ നമുക്ക് ട്യൂഷനിൽ വേറൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടി. അതിപ്പം പുതിയതായിട്ട് കിട്ടിയതാണ്, അനന്യ എന്ന് പറയുന്നത്. അവൾ നമ്മുടെ ഫ്രണ്ടാണ്. നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണ്? നമ്മുടെ ബർത്ത്ഡേ സെപ്റ്റംബർ 30-നാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇഷ്ടമുള്ള യൂട്യൂബർ ചട്ടമ്പീസ് അവർ പുള്ളോത്തി. രണ്ട് നമുക്ക് ഇഷ്ടം തന്നെ, പക്ഷെ ചട്ടമ്പീസിൽ ആഷിനെ പോയപ്പോൾ പിന്നെ വലിയൊരു രസമില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പുള്ളത്തി കണ്ടു, പുള്ളത്തി ഇഷ്ടപ്പെട്ടു. പുള്ളത്തി ഇറങ്ങിയിരുന്നു ചട്ടമ്പീസാന്ന് അറിയാവുന്നത്. അപ്പോൾ ചട്ടമ്പീസിലെ ചലഞ്ചൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചലഞ്ച് ഇടാൻ തുടങ്ങിയത്. ചട്ടമ്പീസിൽ ആഷിനെ പോയപ്പോൾ പിന്നെ ഇതായിപ്പോയി. അതുകൊണ്ട് നമുക്ക് പുള്ളത്തി ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളത്തിയും കൊള്ളാം. അപ്പം രണ്ടും കൊള്ളാം. യൂട്യൂബ് ഏർണിങ്സ് കിട്ടാൻ തുടങ്ങിയോ? ഇല്ല ഗൈസ്, അത് കിട്ടാൻ തുടങ്ങിയില്ല. അത് കിട്ടാൻ ഇനി കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഷോർട്ട് ഫണ്ടാണ് നോക്കുന്നത്. 3 മാസത്തിനകം 10 മില്യൺ വ്യൂസ് ആകണം. പക്ഷേ നമുക്കിപ്പം 7 മില്യണേ ആയിട്ടുള്ളൂ. അപ്പം അതാ നിങ്ങളെല്ലാവരും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്താൽ വളരെയധികം സന്തോഷമായിരിക്കും. ഓക്കെ, അടുത്തത് ഒരു ഹായ് പറയുമോ എന്ന് അവർ തന്നെ. ഹായ്. തസ്നി വേർഡ്. നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ. നിങ്ങളുടെ റോൾ മോഡൽ നമ്മുടെ ഫാമിലി തന്നെയാണ്, നമുക്കല്ലാതെ ഒരിതില്ലല്ലേ. യെസ്, അങ്ങനെ തന്നെ. പാത്തു ആമിനു, യുവർ ക്ലാസ് ഡിവിഷൻ. അതൊക്കെ എന്തിനാ? മദ്രസയിൽ പോകുന്നുണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്. ഇനി 8ലാണ്. ഡിവിഷൻ കെ ആണ്. മദ്രസയിൽ പോകുന്നുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ബുഷ്ര. കിഡ്സ് ബൂം. നിങ്ങൾക്ക് ആദ്യം റിക്വസ്റ്റ് വന്ന കമന്റ് എന്താണ്? അത് ആരാണ്? ഗോഡ് ലൈഫ് കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ട മൂവി. നമുക്ക് ആദ്യം റിക്വസ്റ്റ് വന്ന കമൻറ്റ് വൈഗ എന്ന് പറഞ്ഞ ബാർബി വേൾഡ് എന്ന് പറയുന്ന ചാനലാണ്. ബോട്ട് ഫ്ലിപ്പ് ചലഞ്ച് ചെയ്യുമെന്നാണ് ഫസ്റ്റ് ആയിട്ട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് റിക്വസ്റ്റ് ചോദിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ. നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ വീഡിയോസിൽ വൈഗ എന്ന് പറഞ്ഞ ആ കുട്ടി കുറേ എഴുതാറില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. ഗോട്ട് ലൈഫ് കണ്ടില്ല, കാണണം. ആദ്യം കണ്ട മൂവി. ആദ്യം കണ്ട മൂവി എന്ന് വെച്ചാൽ നമ്മൾ പണ്ടോട്ടെ മൂവീസൊക്കെ കണ്ടല്ലോ. അങ്ങനെ അറിയത്തില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല. കുറേ മൂവീസാണ്. വിശ്വനന്ദൻ MR. പ്ലേസ് എവിടെയാ? എത്രയിലാണ് പഠിക്കുന്നത്? ഇഷ്ടമുള്ള യൂട്യൂബർ ചട്ടമ്പീസ് അല്ലാതെ ആരാ? ഒരു ഹായ് തരാമോ? നിച്ചു. അപ്പം പ്ലേസ് തിരുവനന്തപുരം കല്ലമ്പലത്താണ്. നമ്മൾ ഇനി 8ലാണ് പഠിക്കാൻ പോകുന്നത്. ഇഷ്ടമുള്ള യൂട്യൂബർ ചട്ടമ്പീസ് അല്ലാതെ പുള്ളോത്തിയാണ്. പിന്നെ ഹായ് നിച്ചു. വിൻസി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 8ലാണ്. അത് തന്നെ കൂടുതൽ ചോദിച്ചാൽ. വൈഷ്ണവി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8 തന്നെ. ആവണി ചോദിച്ചേക്കാണ്. ഹായ് തരാമോ ആവണി? ഹായ് ആവണി. സ്ഥലം എവിടെയാ? സ്ഥലം തിരുവനന്തപുരം കല്ലമ്പലത്താണ്. സോ ക്യൂട്ട്. താങ്ക് യു. ഹായ് സഫാന. ഹായ്. ദീന ഷംസു. ബാപ്പിയുടെ നെയിം, ഉമ്മിയുടെ നെയിം, ഫേവറേറ്റ് സബ്ജക്റ്റ്, ബെസ്റ്റ് ഫ്രണ്ട് നെയിം, ഇത്താത്തമാരുടെ നെയിം, യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ റീസൺ. നമുക്ക് ഫസ്റ്റ് ആയിട്ട് തുടങ്ങാം. ബാപ്പയുടെ നെയിം അസീം ഖാൻ എന്നാണ്. ഇനി ഉമ്മിയുടെ നെയിം ജിഷ എന്നാണ്. ഫേവറേറ്റ് സബ്ജക്റ്റ് ഹിന്ദി. എനിക്ക് ഹിന്ദി തന്നെ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം ബുഷ്രയാണ്. ഈ താത്തമാരുടെ നെയിം ആലിയ ആൻഡ് ആമിയ. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ റീസൺ നമ്മൾ ഫസ്റ്റ് പറഞ്ഞായിരുന്നു. Q&A നെയിം പറയുമോ? നെയിം ആയിഷ. പ്ലീസ് പറയണേ. ഹായ് ആയിഷ. റസ്ലു. താത്ത വീഡിയോ സൂപ്പർ ആണ്. ഹായ് പറയാ റസ്ല. പ്ലീസ് യൂട്യൂബ് ചാനൽ പറയൂ.
താത്ത ഈസ് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. ക്യൂട്ട് ഫാമിലി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മ, പപ്പ, നല്ലമ്മ, താത്തിമാർ. സുഖമാണോ? നമുക്ക് സുഖമാണ്. പ്രഭ ഒരു ഹായ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്. ഫാത്തിമ നജ. എവിടെയാണ് പ്ലേസ്? തിരുവനന്തപുരം കല്ലമ്പലത്താണ്. എത്രയിലാണ് പഠിക്കുന്നത്? നമ്മൾ ഇനി 8ലാണ്. മജിദ അഷ്റഫ്. യൂട്യൂബ് ഏണിങ്സ് എത്ര സബ്സ്ക്രൈബ് ആകുമ്പോൾ കിട്ടും? യൂട്യൂബ് ഏണിങ്സ് ആവാൻ 1000 സബ്സ്ക്രൈബ്സ് മതി. പക്ഷേ അത് മാത്രം പോരാ, നമുക്ക് ഷോർട്സ് ഫണ്ടിന് 10 മില്യൺ വ്യൂസും ലോങ് വീഡിയോയ്ക്ക് ആണെങ്കിൽ വാച്ച് ടൈമൊക്കെ വേണം. അപ്പം അതൊക്കെ ഇത്തിരി ടഫാണ്. ആദിൽ അഫ്നാൻ. ഫേവറേറ്റ് ഫുഡ് കുറേ കണ്ടല്ലോ, കുറേ ഫുഡ് ഇഷ്ടപ്പെടും. കപ്പയും ബീഫ് കറിയും. അത് പൊളിയാണ്, സെറ്റാണ്, എനിക്കിഷ്ടമാണ്. ഫേവറേറ്റ് കളർ എനിക്ക് ഡാർക്ക് ബ്ലൂ. എനിക്ക് ബ്ലാക്ക് ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഏറ്റവും ഇഷ്ടം ഡാർക്ക് ഗ്രീൻ ആണ്. എനിക്ക് ഡാർക്ക് ബ്ലൂ ആണ്. ഫേവറേറ്റ് ഡ്രസ്സ് ഫ്രോക്ക്. ഏജ് 12 വയസ്സാണ് നമുക്ക്. 2 വർഷം 13. ഫേവറേറ്റ് ഫ്ലവേഴ്സ് റോസ്, ജാസ്മിൻ. എനിക്ക് റോസാണ് ഇഷ്ടം. മദ്രസയിൽ എത്രയിലാണ്? മദ്രസയിലെ സ്കൂളിലൊക്കെ 8ലാണ്. ഫേവറേറ്റ് ചോക്ലേറ്റ് ഗാലക്സി. മൈ നെയിം ഈസ് ദിൽഷ. യു ആൻഡ് പറയുമ്പോൾ എൻ്റെ നെയിം പറയുമ്പോൾ പ്ലീസ് ദിൽഷ. റെസ്ലോ. കണ്ണൂർ സോങ് പാടോ പ്ലീസ്? അത് നമ്മൾ പാടിയിട്ടുണ്ട്, വീഡിയോയിൽ പാടിയിട്ടുണ്ട്. തലി മടത്തി. സോങ്സ് അടിപൊളിയാണ്. താങ്ക് യു. വീട് എവിടെയാണ്? തിരുവനന്തപുരം കല്ലമ്പലത്താണ്. യുവർ ഫേവറേറ്റ് സോങ്? കുറേ സോങ് ഇഷ്ടമാണ്. ഫേവറേറ്റ് സോങ് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ലല്ലേ? പിന്നെ ഇപ്പോഴത്തെ പാട്ടുകളൊന്നും അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല. കുറച്ചും കൂടി ഓൾഡ് ആയിട്ടുള്ള ചിലതൊക്കെ എനിക്ക് ഇഷ്ടം. എനിക്ക് ഒരു രാജമല്ലി പാട്ട് ഇഷ്ടമാണ്. കുറേ പാട്ടൊക്കെ നമുക്ക് ഇഷ്ടം തന്നെ. പക്ഷേ ഈ ഇടയായിട്ട് ഇറങ്ങിയാൽ എനിക്ക് NMA ആ സോങ്ങാണ് ഇഷ്ടം. കച്ചിസേര ആ സോങ്ങാണ് എനിക്ക് ഇഷ്ടം. എനിക്കത് ഇഷ്ടം. പിന്നെ ഫേവറേറ്റ് മൂവി മിരുതനും മകധീരയും. ഫേവറേറ്റ് സീരീസ് ബ്രിങ് ഇറ്റ് ഓൺ ഗോസ്റ്റ്. പിന്നെ ആൾ ഓഫ് സഡൻ. അൻസീല. ഹായ് തരോ. ഹായ്. നിങ്ങൾ എത്രയിലാണ്? 8ാം ക്ലാസ്സിലാണ്. എവിടെയാണ് പഠിക്കുന്നത്? ഇനി നമ്മൾ ഞെക്കാട് സ്കൂളിലാണ്. അതിനു മുമ്പ് നമ്മൾ മണമ്പൂർ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. വീട് എവിടെയാണ്? തിരുവനന്തപുരം കല്ലമ്പലത്ത് തന്നെയാണ്. എന്തോ എഴുതി വെച്ചേക്കണത്? SGID ജിത് പിവി ജിത് അങ്ങനെ എന്തോ എഴുതി വെച്ചേക്കണം. സോങ് കൊള്ളാം. താങ്ക് യു. വീട് എവിടെയാണ്? തിരുവനന്തപുരം കല്ലമ്പലത്താണ്. വേറെ സിബിലിങ്സ് ഉണ്ടോ? നമുക്ക് 2 താത്തിമാരുണ്ട്. പേര് ആലിയ ആൻഡ് ആമി എന്നാണ്. മുഹമ്മദ് ഇർഫാൻ. വീട് എവിടെയാ? തിരുവനന്തപുരം കല്ലമ്പലത്താണ്. ഷിഫ ചാനി. ഫേവറേറ്റ് ഡ്രസ്സ് ഫ്രോക്കാണ്. നെസർ. ഫേവറേറ്റ് സോങ് അത് നമ്മൾ പറഞ്ഞ കുറേയൊക്കെ ഇഷ്ടം തന്നെ. നമുക്ക് അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാർത്തിക കീർത്തന. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഏതാണ്? നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കുറേ മാസം കഴിഞ്ഞിട്ടാ. അതിനുശേഷം നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കുറച്ച് പേർക്കൊക്കെ നമ്മുടെ ചാനൽ അറിയാം. കൊച്ചു കുട്ടികൾക്കായിരുന്നു അവർ പറയുന്നത്, ചേച്ചിക്ക് ചാനൽ ഉണ്ടായില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കും ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പറയും. താത്തിമാരുടെ സ്കൂളിൽ നിന്നും കുറച്ച് പേര് ചോദിച്ചു. താത്തിമാർ ചോദിച്ചു നിങ്ങൾക്ക് ചാനലുണ്ടോ ഉണ്ടെന്ന്. അപ്പം ആരും പറഞ്ഞു. പിന്നെ നമ്മൾ ട്യൂഷന് പോയപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ഒരു കുട്ടി ചോദിച്ചായിരുന്നു, നിങ്ങൾ സഫലല്ലേ? അവരോട് അത് തന്നെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ ഞെക്കാട് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടിയൊന്ന് സെൽഫി ഒക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര സന്തോഷം. ഇതാണ് നമ്മൾ മറക്കാൻ പറ്റാത്ത അനുഭവം. ഷെഹല ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർ. ഇപ്പോൾ നമുക്ക് എത്ര സബ്സ്ക്രൈബ് ഉണ്ട്? അവരെല്ലാവരും നമുക്ക് ഇഷ്ടം തന്നെ. നമ്മൾ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്ത് അവരെയൊക്കെ നമുക്ക് ഇഷ്ടം തന്നെ. അപ്പോൾ നമ്മുടെ Q&A വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.